ഇവിടുത്തെ ഈ ഗ്രാമത്തിലൊക്കെ എങ്ങനെയാണ് ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ ഇങ്ങനെ ചിന്തിച്ച കാര്യമാണ് കേട്ടോ. എന്ന് വെച്ചിട്ട് ഞാനൊക്കെ ജനിച്ചപ്പോഴേ വലിയ നിലയിൽ ജീവിച്ചു അങ്ങനെയൊന്നുമല്ല. ഇവിടുത്തെ സ്ഥലമൊക്കെ കണ്ടപ്പോഴത്തേക്കിലും ഞാൻ ചിന്തിച്ച കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ പൊതുവേ ഈ ഒരു സ്ഥലം ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ ഭൂമിൻ്റെ നിരപ്പിൽ നിന്ന് കുറച്ചൊരു താഴ്ന്ന പ്രദേശം എന്നൊക്കെ ഉള്ള രീതിക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം എല്ലാ ഏരിയയിലും ഈ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, കൊതുകുണ്ടാവും, തവളയുണ്ട്, പ്രത്യേകിച്ച് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പാമ്പുകളുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ഹോളിയുടെ തലേ ദിവസം ഞങ്ങൾ കുറച്ച് കളറും കാര്യങ്ങളൊക്കെ വേണമല്ലോ, നമുക്ക് ഹോളി സെലിബ്രേഷന് കുറച്ച് കളറും പിഷ്കാരിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അത് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക്. ഗ്രാമമാണോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. വലിയ വലിയ വീടുകളുണ്ട്, എന്നാൽ ചെറിയ ചെറിയ വീടുകളുമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറേ ആയി ഞാൻ പറയുന്നു നമുക്ക് ഇവിടെയുള്ള വില്ലേജ് ഏരിയയിലൊക്കെ ഒന്ന് പോകണം, വീഡിയോസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണം, എനിക്ക് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതിന് ഇതുവരെ സമയം കിട്ടിയില്ല. അപ്പോൾ എന്നാൽ ഇതാണെങ്കിൽ ഇത് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇവിടെ എല്ലാ തരത്തിലുള്ള വീടുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും. കൂടുതലും ഇവിടെ വെള്ളങ്ങളാണ്. അതൊക്കെ ഒരു അഴുകിയ മാതിരിയുള്ള വെള്ളങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ സൈഡിലൊക്കെ ആൾക്കാർ എങ്ങനെയാണ് താമസിക്കുന്നതെന്ന്. മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് അതൊക്കെ കൂടി പുറത്തേക്ക് വരും. പിന്നെ അവർക്കാകുമ്പോൾ അത് ശീലമായത് കാരണം പിന്നെ കുഴപ്പമുണ്ടാവില്ല. കൂടുതലും എന്ന് പറഞ്ഞാൽ മഴ സമയത്ത് ഈ തവളകളാണ് പുറത്തേക്ക് വരിക, തവള. അപ്പോൾ തവള ഉണ്ടാകുമ്പം ഓട്ടോമാറ്റിക്കലി പാമ്പുണ്ടാവുമല്ലോ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയതാണ്. മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഹോളീൻ്റെ സംഭവങ്ങൾ വാങ്ങിക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ നോർമലി ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഓരോ ആൾക്കാർ പറയുന്നത് കേൾക്കാം, ബംഗാളിൽ നിന്നൊക്കെ പറയുമ്പോൾ ഒരു 12 മാസത്തിൽ 13 മാസം ഉത്സവങ്ങളാണെന്ന്. എന്നുവെച്ചാൽ എല്ലാ മാസവും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉത്സവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും. ഇത് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന രീതിക്ക് തന്നെ ചാണകം അവർ കത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, പിന്നെ എന്താ ചെയ്യുന്നതെന്നുള്ള രീതിക്ക്. പിന്നെ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് എനിക്കും ചെറിയൊരു ചമ്മൽ പോലെയൊക്കെയാണ്. എന്നാലും ഞാൻ വിചാരിക്കും എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഈ വണ്ടിയിൽ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ചെറിയൊരു ഷെയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് അങ്ങ് അവോയ്ഡ് ചെയ്യണം, ശ്രമിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയി. ഏകദേശം വൈകുന്നേരം ആയി പോകുമ്പോൾ തന്നെ. അതുകൊണ്ടാണ് പിന്നെ നമുക്കിങ്ങനെ നിന്നിട്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റിൽ ഒന്ന് പറയണം. കൂടുതലിങ്ങനെ ഇത് കറക്റ്റ് വില്ലേജ് എന്നല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോകാൻ ശ്രമിക്കാം. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയിട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലൊന്ന് കമൻറ്റിൽ പറയണം. അപ്പോൾ ഇവിടുത്തെ ആളുകളെന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ മലയാളികളെ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാഴ്ചക്കൊക്കെ മുടിയാണെങ്കിലോ അവർ ഡ്രസ്സിങ് സ്റ്റൈലാണെങ്കിലൊക്കെ നമ്മളെ മലയാളികളെ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഏകദേശം ഭക്ഷണ രീതി ആയാലും ഒക്കെ ഏകദേശം. പിന്നെ ഇവിടെ കൂടുതൽ ആൾക്കാർ ഈ സൈക്കിളാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴില്ല, പണ്ട് കാലത്തൊക്കെ സൈക്കിളൊക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു വീടുകൾ വരും, അതിനിടയിൽ കുറച്ച് വലിയ വീടുണ്ടാവും. അപ്പോൾ ഈ വലിയ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതലും ഈ പുറമേ നിന്നിട്ടുള്ള ആൾക്കാർ റെൻറ്റിന് താമസിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് എത്തി. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അപ്പോഴത്തേക്ക് തന്നെ കുറച്ച് ഇരുടായിട്ടുണ്ടായിരുന്നു. തണുപ്പ് ഏകദേശം കഴിയുന്നൊരു സമയമായതുകൊണ്ടൊക്കെ പെട്ടെന്ന് ഇരുടാവും. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ മീനുണ്ടോയെന്ന് നോക്കുമ്പോൾ ഒന്നും അത്ര ഫ്രഷ് ആയിട്ട് തോന്നിയില്ല. മീൻ വാങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രധാനമാണ് ഇവിടുത്തെ ചായ എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ മലയാളികളെ പോലെ തന്നെയാണെന്ന് പറഞ്ഞത്. കാരണം എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ കിട്ടുന്ന 2 സാധനങ്ങൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ചായയും ബിരിയാണിയാണ്. അപ്പോൾ ചായ എല്ലായിടത്തും ഉണ്ടാവും. അവർ ഈ ചായ പ്രേമികളാണ് കൂടുതലും തോന്നുന്നുണ്ട്. എല്ലാവരും എപ്പോൾ നോക്കുമ്പോഴും ആൾക്കാരിങ്ങനെ ചായ കുടിച്ചുകൊണ്ട് കാണാം. മുക്കിലും മൂലയിലും എന്ന് പറഞ്ഞോണം എല്ലായിടത്തും കുഞ്ഞു കുഞ്ഞു ചായ ഷോപ്പുകളും ഉണ്ടാവും. അപ്പോൾ ഞങ്ങളും അവിടുന്ന് ചായ വാങ്ങി. പക്ഷേ എന്താണെന്നറിയില്ല, ഇവിടുത്തെ അത്ര നല്ല ടേസ്റ്റായിട്ട് തോന്നിയില്ല. ചെറിയൊരു കയ്പ്പടിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു.
എന്നാലും കുഴപ്പമില്ല, ഒരു ചായ കുടിച്ചു. ഞങ്ങൾ പിന്നെ ചായ കുടിക്കുമ്പോഴത്തേക്ക് രണ്ടാൾക്കും ചായ നിർബന്ധമായിരിക്കും. അപ്പോൾ അവർക്ക് ലൈറ്റായിട്ടുള്ള ചായയും വാങ്ങിച്ചു കൊടുത്തു. എന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ മാർക്കറ്റിലേക്ക് പോയി. മാർക്കറ്റിൽ ഹോളി ആയതുകൊണ്ട് തന്നെ ഭയങ്കര കളർഫുള്ളായിരിക്കും. ഓരോരോ ഫെസ്റ്റിവലിനനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ദീപാവലി വരുമ്പോൾ ഫുൾ ലൈറ്റ് കൊണ്ട് നല്ല ഭംഗിയായിരിക്കും. അതൊരു വേറൊരു ഭംഗി. ഹോളി ആകുമ്പോഴത്തേക്ക് ഫുള്ള് കളേഴ്സാണല്ലോ. കളേഴ്സ് കൊണ്ടുള്ള എവിടെ നോക്കിയാലും നമ്മൾ കണ്ണ് മഞ്ഞളിക്കുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ അമ്മാതിരി കളേഴ്സായിരിക്കും. അപ്പോൾ ഇങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറേ നോക്കി, ഓരോ ഷോപ്പിലൊക്കെ നോക്കി. ഇവരും നോക്കുന്നുണ്ട്, റഹാനും ഋഷിയൊക്കെ നോക്കുന്നുണ്ട് ഈ ഹെയറും മാസ്കും കാര്യങ്ങളൊക്കെ. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഗണ്ണുകളുണ്ട്, മാസ്കുകളുണ്ട്. മാസ്ക് ഒരു കണക്കിന് നല്ലതാണ് വെക്കുന്നത്, കണ്ണിലൊക്കെ ഒരുപാട് അങ്ങ് പൊടിയൊന്നും ആവാണ്ടിരിക്കാനേ. പക്ഷേ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഹോളി ഇവർ നമ്മൾ കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒന്നും കാര്യമില്ല. അപ്പോൾ ഋഷിക്കൊന്ന് കിട്ടിയപ്പോഴത്തേക്കിലും ഇവിടെ ഉള്ളൊരു ഗുണം കണ്ടതെന്ന് വെച്ചാൽ അവർ നമുക്ക് ചെക്ക് ചെയ്തിട്ടാണ് തരുന്നത്, വെള്ളം ഒഴിച്ച് നോക്കിയിട്ട്. കാരണം അത് പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മുന്നേയുള്ള സ്ഥലത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് വാങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ട് നോക്കുമ്പോഴത്തേക്കിലും അതിന് ലീക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇവർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ചെയ്യുന്നത്. നമ്മൾ ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇതാണോ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ചെക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അതിൽ ലീക്ക് ഉണ്ടോ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട്, ചെറിയ റേറ്റേ ഉള്ളൂ എങ്കിൽ പോലും അവർ ചെക്ക് ചെയ്തിട്ട് നമുക്ക് തരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ മാർക്കറ്റിൽ വന്നാൽ സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്ന മോമോ ഷോപ്പിൽ നിന്ന് മോമോസ് കഴിച്ചു. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ മോമോസ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോമോസാണ്. ബാക്കിയുള്ളിടത്തൊക്കെ എനിക്ക് ഇവിടെ നിന്ന് തോന്നിയതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഇവിടുത്തെ പുറമേയുള്ളതല്ല, ഇവിടുത്തെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഓവറായിട്ട് അവർ ക്യാബേജും പെപ്പറും കൂടെ ഇട്ടിട്ട് ഒരു ടേസ്റ്റ് കിട്ടാത്ത പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിരുന്നു മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത്. അങ്ങനെ കുറച്ച് ലേറ്റായി തിരിച്ച് ഞങ്ങളെത്തി. പിന്നെ പിറ്റേ ദിവസം എന്താണ് ഹോളിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്തു. ആദ്യം നമ്മുടെ യൂണിറ്റിൻ്റെ ഹിന്ദിക്കാരുമായിട്ട് കുറേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മലയാളീസ് ഉണ്ട് ഞങ്ങൾക്കിവിടെ. ഫസ്റ്റ് ടൈമാണ് ഇത്രയും മലയാളീസ് നമ്മുടെ ഉള്ള സ്ഥലത്തുള്ളത്. അപ്പോൾ അത് പിന്നെ പറയണ്ടായിരുന്നു, അത്രയും അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ഡാൻസും കാര്യങ്ങളും മൊത്തത്തിൽ ഒരു ഉച്ച കഴിയുന്നത് വരെ ഫുൾ പരിപാടി തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു 2 ദിവസത്തെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് പറയണം. ഇനിയും ഞാൻ ഇതേപോലത്തെ ബംഗാളിൻ്റെതായിട്ടുള്ള ഉള്ളോട്ടുള്ള കാര്യങ്ങളും മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലത്തെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹോളി നല്ല രീതിയിൽ ആഘോഷിച്ചു. മക്കളൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് വെള്ളത്തിലൊക്കെ കളിക്കാൻ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് നേരമൊക്കെ അവർ വെള്ളത്തിൽ കളിക്കുമ്പോൾ നമ്മളൊന്നും പറയില്ലായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറയുമല്ലോ, അയ്യോ മതി മതി എന്ന് പറഞ്ഞിട്ട് അവരെ സമ്മതിക്കില്ലല്ലോ, ചിലപ്പോൾ നമ്മൾ ചീത്തയൊക്കെ പറയും. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം തന്നെ അവർക്ക് ഫുൾ ഫ്രീഡം കിട്ടിയതാണല്ലോ. കളർ കൊണ്ട് കളിക്കുന്നു, വെള്ളം കൊണ്ട് കളിക്കുന്നു, ആരും ഒന്നും പറയില്ല. അപ്പോൾ അതേപോലെ തന്നെയായിരുന്നു ഞങ്ങളും വലിയ ആൾക്കാരും. ചെറുതൊന്നും ഒരു വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും പാട്ടും ഡാൻസും കളിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബോഡി പെയിൻ ആയിരുന്നു എല്ലാവർക്കും. കാരണം എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ഉച്ച കഴിയുന്നത് വരെ ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഹോളി സെലിബ്രേറ്റ് ചെയ്തു. എല്ലാവരുമായിട്ട് ഹോളി സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ ബംഗാൾ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബായ്.